ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗണിയാണ്. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും ഈ ബ്രൗണി. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രൗണി എന്ന് പറയുമ്പോൾ കേക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കേക്കിൻ്റെ ബാറ്റർ പോലെ അധികം പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ബ്രൗണിയെ. അതുപോലെ തന്നെ ബ്രൗണി നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാതെ ഉണ്ടാക്കാം. ഞാനേതായാലും ഈ റെസിപ്പിയിൽ ഒരല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കിംഗ് ചോക്ലേറ്റാണ്. മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. 1/2 കപ്പ് ബട്ടർ എടുത്തിട്ട് ഒരു പാനിൽ വെച്ച് നന്നായിട്ടത് ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായ ബട്ടർ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഈ ചോക്ലേറ്റൊക്കെ നല്ലതായിട്ട് മെൽറ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രൗണിയിലോട്ട് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ അരിപ്പയിലോട്ട് ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗണി ഉണ്ടാക്കുമ്പോൾ അതിലൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. പിന്നെ ഈ ബ്രൗണിയിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് തണുപ്പൊക്കെ മാറ്റിയെടുത്ത മുട്ടയാണ്. ഇതിനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താലും മതി. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ചേർക്കുമ്പോൾ ബ്രൗണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറിൻ്റെയും കൂടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയുടെയും കൊക്കോ പൗഡറിൻ്റെയും കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ പോലെയുള്ള ഒരല്പം കട്ടിയായിട്ടുള്ള ബാറ്ററാണ്. അത് കുഴപ്പമില്ല. ഇത് ഇനി നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങളോ അതും അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പം ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഓവൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു 175 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതെനിക്കൊരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. 175 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നേരം കൊണ്ടാണ് ഈ ബ്രൗണി ബേക്കായിട്ട് കിട്ടിയത്. ഇനി ഒന്ന് ഒരല്പം തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷമോ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല ഒരു ച്യൂയി ആയിട്ട് ഇരിക്കും ഇതിൻ്റെ അകഭാഗമൊക്കെ. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്.
ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.